ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം സംശയം ചോദിക്കാനുള്ള ഫോറത്തിൽ എന്നോട് മഞ്ജു, ഷിഫാന, വിചിത്ര, ഷൈൻ, ശ്രുതി ഈ 5 പേര് ചോദിച്ച സംശയമാണ് എങ്ങനെയാണ് വായ്ക്കകത്ത് വരുന്ന ക്യാൻസർ തുടക്കത്തിലേ കണ്ടെത്താൻ പറ്റുന്നത് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മളൊരു സിനിമ കാണാൻ പോയാൽ പോലും സിനിമയുടെ ആദ്യം കാണിക്കുന്നത് വായ്ക്കകത്ത് വരുന്ന ക്യാൻസറിനെ കുറിച്ചും ഇതിന് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ്. കാരണം അത്രത്തോളം കൂടുതലായിട്ട് ഇന്ന് വായ്ക്കകത്ത് വരുന്ന ക്യാൻസർ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് ഏകദേശം 2.5 ഇരട്ടിയാണ് പുരുഷന്മാരിലെ വായ്ക്കകത്ത് വരാനുള്ള ക്യാൻസറിന്റെ സാധ്യത. സാധാരണ പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത തുടങ്ങുന്നത് ഒരു 30-35 വയസ്സിന് ശേഷമാണ്. 50 വയസ്സ് കഴിയുമ്പോഴാണ് പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് ഈ ഒരു ക്യാൻസറിന്റെ സാധ്യതയിലേക്ക് എത്തുന്നത്. വായിലെ ക്യാൻസർ നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിലും ഇത് നാവിന്റെ ഇരുവശങ്ങളിലും വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വായയുടെ താഴത്തെ ഫ്ലോറിൽ വരാം, നമ്മുടെ ലിപ്സിന്റെ അധരങ്ങളുടെ വശങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്, കവിളിന്റെ ഉൾവശങ്ങളിൽ വരാം, തൊണ്ടക്കുഴിയിൽ വരാം, ടോൺസിലുകളുടെ ഭാഗത്ത് വരാം, നാവിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഹാർഡ് പാലറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, പുറകിൽ കാണുന്ന സോഫ്റ്റ് പാലറ്റ്, ഈ ഭാഗത്തെല്ലാം തന്നെ ക്യാൻസർ കോശങ്ങൾ പെരുകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്നത് പുകവലി തന്നെയാണ്. പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ മുറുക്ക് കൊണ്ടുണ്ടാക്കുന്ന ഘടകങ്ങൾ. നമ്മൾ പുക വലിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് പുകയില നേരിട്ട് നമ്മൾ വായിൽ വയ്ക്കുന്നത്. അത് മുൻപ് കാലത്ത് നമ്മൾ വെറ്റില ചവയ്ക്കുന്ന ഒരു ശീലം പൊതുവേ മലയാളികൾക്കുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യയിൽ കൂടുതലുള്ള ഒരു ബിലോ സോഷ്യോ എക്കണോമിക് ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നിരുന്ന ശീലമായിരുന്നു. കേരളത്തിൽ തന്നെ നമ്മൾ ആഠ്യത്വത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ഈ വെറ്റില മുറുക്കിനെ കണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വെറ്റില, പുകയില, അടയ്ക്ക ഈ 3ൻ്റെയും കോമ്പിനേഷനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വായ്ക്കകത്ത് ചെറിയ പൊള്ളലുകൾ ഉണ്ടാകുകയും ക്രമേണ അവിടെ ഈ ക്യാൻസർ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. വളരെ സ്ലോലി വരുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ പോലും പലരും അത് തിരിച്ചറിയാനുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ വെറ്റില മുറുക്കിൻ്റെ ശീലം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു രൂപത്തിൽ ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഹാൻഡ്സ് എന്ന് വിളിക്കുന്ന, ഗുഡ്ക എന്ന് വിളിക്കുന്ന, പാൻ പരാഗ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മീറ്റ പാൻ എന്ന് വിളിക്കുന്ന പല ഈ വായ്ക്കകത്ത് വയ്ക്കുന്ന വെറ്റിലയുടെ കോമ്പിനേഷൻസോ ഇല്ലെങ്കിൽ നാവിൻ്റെ സൈഡിൽ ചെറിയ ലഹരിക്കാറ്റ് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കെല്ലാം തന്നെ ഉയർന്ന അളവിൽ പുകയിലയുണ്ട്. ഇത് നമ്മൾ സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ 3 ഇരട്ടി അപകടകാരിയാണെന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തത് മദ്യപാനശീലമാണ്. പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ മദ്യപാനം എങ്ങനെയാണ് വായ്ക്കകത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പലർക്കും സംശയം തോന്നാം. നമ്മൾ മദ്യപിക്കുന്ന സമയത്ത് ഈ ആൽക്കഹോളിനകത്തുള്ള കണികകൾ നമ്മുടെ വായ്ക്കകത്ത് അപകടകാരികളായിട്ടുള്ള ചില ആൽഡിഹൈഡ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആൽഡിഹൈഡ്സ് വായ്ക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് വായിലുള്ള കോശങ്ങൾക്ക് ക്രമേണ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാക്കുകയും കാലക്രമേണ ഇത് ക്യാൻസറിൻ്റെ സാധ്യതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യം നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ലഹരി കിട്ടണമെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരുണ്ട്. പലരും ചോദിക്കുമ്പോൾ പറയുന്നത് കാണാം, ഞാനങ്ങനെ പുക വലിക്കാറില്ല ഡോക്ടറെ, പക്ഷേ മദ്യപിക്കുമ്പോൾ വല്ലപ്പോഴും അതിൻ്റെ കൂടെ 1-2 സിഗരറ്റ് വലിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പുകവലി ശീലത്തിനേക്കാൾ അപകടകാരിയാണ് ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ്. പലപ്പോഴും നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാ കഴുകാതെ വീണ്ടും സിഗരറ്റ് വലിക്കുമ്പോൾ വായ്ക്കകത്ത് ഓൾറെഡി ഈ ആൽഡിഹൈഡ്സിൻ്റെ പ്രസൻസിലാണ് ഈ പുകയിലയുടെ പുക നമ്മുടെ വായ്ക്കകത്ത് വരുന്നത്. ഇത് നമുക്ക് വായ്ക്കകത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന വിട്ടുമാറാത്ത മുറിവുകളാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂർത്ത പല്ലുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില പല്ലിൻ്റെ ഭാഗങ്ങൾ പൊട്ടിയിരിക്കുകയാണെങ്കിലോ ഈ കൂർത്ത ഭാഗങ്ങൾ വായുടെ സൈഡിൽ ചെറുതായിട്ട് ഈ കവിളിൽ കൊണ്ട് ചെറിയ മുറിവുകളുണ്ടാവും. ആദ്യമൊക്കെ മുറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, എന്നാൽ പതിവായിട്ട് അവിടെ ഉരഞ്ഞു മുറിയുമ്പോൾ വലിയ വേദന അനുഭവപ്പെടാറില്ല. വിട്ടുമാറാതെ നിൽക്കുന്ന ഇത്തരം ചെറിയ മുറിവുകൾ കാലക്രമേണ ക്യാൻസറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വായ്ക്കകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന കൃത്രിമ പല്ലുകളാണ്. സാധാരണഗതിയിൽ കൃത്രിമ പല്ലുകൾ നമുക്ക് വായുടെ അളവ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അളവിനകത്ത് ചെറിയ വ്യത്യാസം വന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പല്ലുകൾ അല്ലെങ്കിൽ ഈ കൃത്രിമ പല്ലുകൾ വായ്ക്കകത്ത് ശരിയായിട്ട് ഫിറ്റ് ആയിരുന്നില്ല എന്ന് വരും. ഇത്തരം കൃത്രിമ പല്ലുകളോ അല്ലെങ്കിൽ വായ്ക്കകത്ത് ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ വസ്തുക്കളോ വായ്ക്കകത്ത് സ്ഥിരമായിട്ട് ഉരസി ചെറിയ മുറിവുകൾ ഇതിനടിയിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇതും നിങ്ങൾക്ക് കാലക്രമേണ ക്യാൻസറിന് സാധ്യതയുണ്ട്. ഇതുകൂടാതെ
HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് വിളിക്കുന്ന ഒരിനം വൈറസുകളും വായ്ക്കകത്ത് ക്യാൻസറിൻ്റെ സാധ്യതയിലേക്ക് എത്തിച്ചു എന്ന് വരാം. പതിവായിട്ട് അമിതമായിട്ട് മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ, എരിവുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് എടുക്കുന്നതും ഇത്തരം ക്യാൻസർ ടെൻഡൻസി ഉണ്ടാക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ക്ലിനിക്കൽ പ്രൂവിങ്സ് കാര്യമായിട്ട് നടന്നിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്ന ക്യാൻസറുകളിൽ നമുക്ക് 100% മാറ്റിയെടുക്കാൻ സാധിക്കുന്ന, ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ വിഭാഗത്തിൽ പെടുന്നതാണ് വായ്ക്കകത്ത് വരുന്ന ക്യാൻസർ. അതുകൊണ്ട് സപ്പോസ് നിങ്ങളുടെ വായ്ക്കകത്ത് വിട്ടുമാറാത്ത അല്ലെങ്കിൽ ഉണങ്ങാത്ത ഒരു മുറിവ് കാണുന്നിരിക്കട്ടെ. ഈ മുറിവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോശങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് ക്യാൻസർ ആണോ, എൻ്റെ ജീവിതം പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഇനി മരിക്കുകയുള്ളൂ എന്ന് ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. തുടക്കത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% മാറ്റിയെടുക്കാൻ വായ്ക്കകത്തുള്ള ക്യാൻസർ സാധിക്കും. പക്ഷേ അതിന് ചെയ്യേണ്ട എന്താണ്? തുടക്കത്തിലേ തന്നെ ഇത് ക്യാൻസർ ആണെന്ന് സംശയിക്കുന്ന കോശങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ദിവസവും വായ തുറന്നാൽ സ്വയം കാണാൻ സാധിക്കുന്ന വളർച്ചകളാണ് നമ്മുടെ വായ്ക്കകത്ത് വരുന്ന കോശങ്ങൾ, ഈ ക്യാൻസർ കോശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വായ്ക്കകത്ത് എവിടെയെങ്കിലും കാണുന്ന ചില തടിപ്പുകൾ, ചില റേസ് ചെയ്ത് നിൽക്കുന്ന ചില തടിപ്പുകൾ, ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ, പരുപരുത്ത പ്രതലങ്ങൾ, ഇതുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണം. രണ്ടാമത്തത്, വായ്ക്കകത്ത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കാരണം അറിയാതെ വരുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ വായ്ക്കകത്ത് വരുന്ന ചെറിയ ഉണങ്ങാത്ത മുറിവുകൾ, ഇപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് മുകളിൽ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുന്ന സാധ്യതകൾ കാണുന്നു. അതേപോലെ നിങ്ങൾക്ക് വായ്ക്ക് ചുണ്ടിൻ്റെ വശങ്ങളിലെല്ലാം വരുന്ന ചില മരവിപ്പുകൾ, നമ്മുടെ മുഖത്തിൻ്റെ വശങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിട്ടുമാറാൻ നിൽക്കുന്ന മരവിപ്പും തടിപ്പും, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന ചില മുറിവുകൾ, കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചില കഴലകൾ, തടിപ്പുകൾ എന്നിവ, ഇപ്പോൾ നമ്മൾ വായ്ക്കകത്ത് തന്നെ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്തുനിന്ന് അറിയാത്ത വല്ലാത്തൊരു വേദന വരുന്നു. രാത്രികളിൽ നമുക്ക് വായുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാരണം കണ്ടെത്താനാകാത്ത വേദന, നമ്മൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, തൊണ്ടയിൽ വിട്ടുമാറാതെ നിൽക്കുന്ന, ഇപ്പോൾ ടോൺസിലിന് വരുന്ന ഇൻഫെക്ഷൻ അല്ല ഉദ്ദേശിച്ചത്, വിട്ടുമാറാതെ നമുക്ക് ഇറക്കുന്ന സമയത്ത് വരുന്ന വേദന, രാത്രി കാലങ്ങളിൽ വിട്ടുമാറാതെ തൊണ്ടയിൽ എന്തോ തടസ്സം പോയിട്ട് തോന്നൽ കാണുക, നാവ് പുറത്തേക്ക് നീട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇനി അഥവാ നീട്ടുന്ന സമയത്ത് വരുന്ന ചെറിയ വേദന, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ നമുക്ക് വായിൽ വരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവന്ന് വരാം. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു സിമ്പിൾ ബയോപ്സി വഴിക്ക് ഇന്ന് വായ്ക്കകത്ത് വരുന്ന ക്യാൻസറിനെ വളരെ നേരത്തെ തന്നെ കണ്ടെത്താനും ചികിത്സിക്കാനും സാധിക്കും. തുടക്കത്തിലെ കണ്ടെത്തുന്ന വായിലെ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തരത്തിലുള്ള സർജറിയോ നമുക്ക് മുഖത്തിന് വരുന്ന വൈകൃതമോ ഒന്നും ഉണ്ടാകത്തില്ല. ലളിതമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാനും ഇതിനെ മാറ്റാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. വായയിലെ ഈ കോശങ്ങളെ സമയത്തിന് കണ്ടെത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാതിരുന്നുള്ള കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ വായിൽ നിന്നും പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ഒന്നുകിൽ കഴുത്തിൻ്റെ ഏതെങ്കിലും വശങ്ങളിലേക്ക്, കോമൺ ആയിട്ട് വായിലെ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത കഴുത്തിൻ്റെ വശങ്ങളിലേക്ക് വരാം, അതല്ലെങ്കിൽ ശ്വാസകോശത്തിൽ വരാം, അല്ലെങ്കിൽ കരളിലേക്ക് വരാം. സാധാരണഗതിയിൽ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സർജറിയിലൂടെ ഒരു പരിധി വരെ അത് നീക്കം ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ശ്വാസകോശത്തിലോ കരളിലോ വന്നു കഴിഞ്ഞാൽ ഇത് 100% മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ ക്യാൻസർ രോഗം പുരോഗമിച്ചു എന്ന് വരാം. ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ക്യാൻസർ വരുന്നതിന് മുൻപ് തന്നെ ഈ വായ്ക്കകത്തുള്ള ഈ കോശങ്ങൾ, ഈ ക്യാൻസർ സാധ്യത തിരിച്ചറിയുന്നത് എങ്ങനെ എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ വായ്ക്കകത്ത് എവിടെയെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു പാട്, വെളുത്ത പാടുകൾ കാണുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം, ഞാനിവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സാധാരണ പുകവലി ടെൻഡൻസി ഉള്ളവർക്ക് നിങ്ങൾ വായ്ക്കകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ പാടുകളുടെ സാന്നിധ്യം കാണും. ഇതിനെ ല്യൂക്കോപ്ലേക്കിയ എന്നാണ് പറയുന്നത്. ല്യൂക്കോപ്ലേക്കിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ്ക്കകത്ത് അബ്നോർമൽ ആയിട്ടുള്ള കെരാറ്റിൻ കോശങ്ങൾ അടിഞ്ഞുകൂടി അതിനകത്ത് നോർമൽ അല്ലാത്ത കോശങ്ങൾ, അതായത് അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങൾ കൂടുതൽ വളരുന്ന ഒരവസ്ഥയാണ്. ഇതിന് പലരിലും വേദനയോ മറ്റു ഒരു ലക്ഷണവും കാണത്തില്ല. സാധാരണ ഒരുപക്ഷെ നാവിൻ്റെ വശങ്ങളിലോ വായയുടെ വശങ്ങളിലോ മോണയിലോ ഇല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഭാഗത്തോ വല്ലതും ഇത്തരത്തിലുള്ള വെളുത്ത ചെറിയ പാച്ച് കണ്ടുവന്ന് വരാം. നിങ്ങൾ കൈവച്ച് ചുരണ്ടി നോക്കി ഇത് പോകത്തില്ല, നിങ്ങൾക്ക് വലിയ നീറ്റലും അനുഭവപ്പെടണമെന്നില്ല. കൂടുതൽ ചുരണ്ടി കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യുന്നത് കാണാം, ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് രക്തം വരുന്നത് കാണാം. ഇത്തരം കോശങ്ങളാണ് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത്. ഈ കോശങ്ങൾ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നതിന് ഏകദേശം 5 വർഷം മുമ്പ് മുതൽ തന്നെ ഈ ഒരു സാധ്യത കാണുന്ന അബ്നോർമൽ കോശങ്ങൾ വളരെ ചെറുതായിട്ട് വരാൻ തുടങ്ങുന്ന സാധ്യതയാണ് കാണുന്നത്. ല്യൂക്കോപ്ലേക്കിയ നിങ്ങളുടെ വായ്ക്കകത്ത്, സപ്പോസ് ഒരാളുടെ വായ്ക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ കോശങ്ങളായിട്ട് മാറാനുള്ള സാധ്യത ഏകദേശം
70 മുതൽ 85% വരെ ഇത് ക്യാൻസർ കോശങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ക്യാൻസർ കോശങ്ങളല്ലാതെയും നിങ്ങൾക്ക് വായ്ക്കകത്ത് ലൂക്കോപ്ലേക്കിയ കണ്ടുവന്ന് വരാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അബ്നോർമൽ കോശങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് നിങ്ങൾക്ക് വായ്ക്കകത്ത് വരുന്ന വൈറ്റ് ചേഞ്ചസ്, ഇപ്പോൾ ഓറൽ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഓറൽ കാൻഡിഡിയാസിസ്, വായ്ക്കകത്ത് വരുന്ന ഫംഗസ് രോഗത്തിലും എല്ലാം കണ്ടുവന്ന് വരാം. അതുകൊണ്ട് വായ്ക്കകത്തൊരു വെളുപ്പ് നിറം കണ്ടു എന്ന് വിചാരിച്ച് ഉടനെ അത് ലൂക്കോപ്ലേക്കിയ തന്നെയാണ് എന്ന് അർത്ഥമില്ല. അല്ലാതെയും ഇത് കണ്ടുവന്ന് വരാം. എങ്കിലും വായ്ക്കകത്ത് ഇത്തരം പാടുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് പരിശോധിക്കുക. പരിശോധന വളരെ സിമ്പിളാണ്. ഒരു സിമ്പിൾ ബയോപ്സിയിലൂടെ ഇത് ക്യാൻസർ കോശങ്ങളാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ കോശങ്ങളുടെ പ്രത്യേകത സിഗരറ്റ് വലിക്കുന്നവരിലോ അല്ലെങ്കിൽ പുകയില ഉപയോഗം കൂടുതലുള്ളവരിലോ ഇല്ലെങ്കിൽ വായ്ക്കകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂർത്ത പല്ലിൻ്റെ ഘടകങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് ഉരസുന്നുണ്ടെങ്കിലോ ഈ ഒരു ലൂക്കോപ്ലേക്കിയയുടെ ഈ സാധ്യത, ഈ വെളുത്ത കോശങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. ഈ കോശങ്ങൾ അവിടെ വർഷങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ബയോപ്സി നോക്കുമ്പോൾ അതിനകത്ത് ഈ കൂടുതലായിട്ട് കെരാറ്റിൻ ടിഷ്യൂ മാത്രമല്ല അബ്നോർമൽ കോശങ്ങൾ, അതായത് ഒരു ക്യാൻസറിന്റെ സാധ്യതയുള്ള കോശങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ കട്ടിക്കാണ് ഈ കോശങ്ങൾ അവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്യാൻസർ സാധ്യത കൂടുതലാണെങ്കിൽ അത്രയും ഭാഗം ചെറിയൊരു ആ ഒരു ഭാഗത്തെ സ്കിൻ മാത്രം, ലൂക്കോപ്ലേക്കിയ മാത്രം സർജറിയിലൂടെ നീക്കം ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് കാര്യമായിട്ടില്ല, തുടക്കം മാത്രമാണ് അബ്നോർമൽ കോശങ്ങൾ എന്നുണ്ടെങ്കിൽ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ, ഇപ്പോൾ പുകയില മുറുക്കുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ പുകവലി ശീലമുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഈ അമിതമായിട്ട് മസാലയുടെ ഉപയോഗം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വായ്ക്കകത്ത് ഈ മുറിവുകൾ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കി നോക്കുക. വീണ്ടും ഒരു 6 മാസം കൂടുമ്പോൾ ഈ ലൂക്കോപ്ലേക്കിയെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ക്യാൻസർ ഉണ്ടാക്കുന്ന ആ സാധ്യതകൾ ഒഴിവാക്കുമ്പോൾ ഈ ഭാഗത്തുള്ള അബ്നോർമൽ കോശങ്ങൾ ക്രമേണ ചുരുങ്ങി ഈ ലൂക്കോപ്ലേക്കിയ അങ്ങ് മാഞ്ഞു പോകുന്നത് കാണാം. നമുക്കിങ്ങനെ ക്യാൻസറിന്റെ സാധ്യത ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി അതല്ല, ഈ ക്യാൻസർ കോശങ്ങൾ, ഈ അബ്നോർമൽ ലൂക്കോപ്ലേക്കിയ കോശങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ ഈ പുകയില മുറുക്കോ തുടരുകയാണെങ്കിൽ ഉറപ്പാണ് ഇത് അടുത്ത വർഷങ്ങൾ, ഒരു 5-6 വർഷത്തിനകത്ത് ക്യാൻസർ കോശങ്ങളായിട്ട് മാറാനാണ് സാധ്യത. ക്യാൻസർ കോശങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ സർജറിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ അല്ലെങ്കിൽ കമ്പൈൻ ട്രീറ്റ്മെൻറ്റ്സോ എല്ലാം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് വരാം. ഈ ക്യാൻസർ സാധ്യത നേരത്തെ അറിയിക്കുന്ന ലൂക്കോപ്ലേക്കിയ വായയിൽ മാത്രമാണോ കാണുന്നത്? അല്ല, നിങ്ങളുടെ അന്നനാളത്തിൽ, അതായത് ഭക്ഷണം ഇറങ്ങിപ്പോയി വയറിലേക്ക് എത്തുന്ന അന്നനാളമില്ലേ, അന്നനാളത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പതിവായിട്ട് ഈ ആസിഡ് മുകളിലേക്ക് കയറി വരുന്ന നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള സാഹചര്യങ്ങളുള്ളവർക്കും ഒരുപക്ഷെ അന്നനാളത്തിൽ ലൂക്കോപ്ലേക്കിയ കണ്ടുവന്ന് വരാം. ലാരിങ്സിൽ, അതായത് നമ്മുടെ തൊണ്ടയിലേക്ക് വരുന്ന ഭാഗത്തുള്ള കുഴലിലും ഒരുപക്ഷെ ഈ ലൂക്കോപ്ലേക്കിയ കണ്ടുവന്ന് വരാം. ബ്ലാഡറിനകത്ത്, മൂത്രസഞ്ചിക്കകത്ത് കണ്ടുവന്ന് വരാം. മൂത്രനാളിയിൽ പുരുഷന്മാർക്ക് ഈ പെനിസിന്റെ അറ്റത്തുള്ള കോശങ്ങൾക്കകത്തും ഒരുപക്ഷെ ഇത് കണ്ടുവന്ന് വരാം. ഇതല്ലെങ്കിൽ ഈ സ്ത്രീകളിലെ യോനിക്കകത്ത് ഒരുപക്ഷെ ഇത് കണ്ടുവന്ന് വരാം. സെർവിക്സിൽ ഇത്തരത്തിൽ ലൂക്കോപ്ലേക്കിയ കണ്ടുവന്ന് വരാം. പക്ഷേ സാധാരണ ഈ ലൂക്കോപ്ലേക്കിയ കോശങ്ങൾ ഇതിന്റെ സാധ്യത ഉള്ളത് ഒരു 30 വയസ്സ് കഴിഞ്ഞവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരിലാണ് ഇതിന്റെ വരാനുള്ള സാധ്യത കൂടുതൽ. അത് ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലുകൾ പിന്തുടരുന്നവരിൽ മാത്രമാണ് ഇത് കണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ലൂക്കോപ്ലേക്കിയ എങ്ങനെയുണ്ട്, അത് ലൂക്കോപ്ലേക്കിയ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോശങ്ങളാണോ എന്ന് പരിശോധിച്ച്, ലൂക്കോപ്ലേക്കിയ അല്ലെങ്കിൽ ഭയപ്പെടേണ്ട, ഏത് കണ്ടീഷൻ കൊണ്ടാണ് വെള്ളം വന്നത് അതങ്ങ് ട്രീറ്റ് ചെയ്ത് മാറ്റിയാൽ മതിയാകും. ലൂക്കോപ്ലേക്കിയ ആണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ അത് ശരിയായിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് പോകുന്നതിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ, ഇന്ന് അത്യാവശ്യം ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ, പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് വായ്ക്കകത്ത് വരുന്ന ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് വായ്ക്കകത്ത് വരുന്ന ക്യാൻസറിനെ ചെറുക്കുന്നതിനും അവരുടെ കുടുംബത്തിൽ ഇത്തരം സാധ്യതകളുള്ളവരെ നേരത്തെ ജീവൻ രക്ഷിക്കുന്നതിനും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.